കൊല്ലട്രി എനിക്ക് സാധിക്കാത്ത തെറ്റി അളിയന് സാധിക്കുന്നു. കൊല്ലണം അവനെ. അമ്മ മറ്റേ വർത്താനം പറയണ ഒരുമാതിരി. നീ നോക്കിയേ എന്റെ മോടെ വിരൽ എന്താ നോക്കി. കുഴിനോക്കോ മാമ. 18ാമത്തെ വയസ്സിൽ നീ അവളെ കയ്യെ മോതിരം വിട്ടതാ. അവക്കിപ്പോ 24 വയസ്സായി. ഇതുവരെ നീ അവളെ കല്യാണം കഴിച്ചില്ല. ശ്രീജിത്തെ, നിന്റെ തീരുമാനം എനിക്കറിയണം. നിനക്ക് അവളെ വേണോ വേണ്ടയോ? നീ അവിടെ പ്രസംഗം തീരട്ടെ. നീ ഞാൻ ഒരു കാര്യം പറയാം. എടി നീ കൂടെ നടന്നു പോകാൻ നേരത്ത് ശ്രീത്തിന്റെ ഭാര്യ വേണം, അതാണോ നല്ലത്? ഓക്കെ, ഗിന്നസ് ശ്രീത്തിന്റെ ഭാര്യ വേണം, അതാണോ നിനക്ക് ഇഷ്ടം? ഗിന്നസ് ശ്രീജിത്തിന്റെ ഭാര്യ പോണെന്ന് പറയുന്നത്. ഗിന്നസ് കയറിയ ശേഷം മാത്രമേ ഞാൻ കല്യാണം. അമ്മ ചേട്ടൻ പറഞ്ഞതുപോലെ ഗിന്നസിൽ പേര് വന്നിട്ട് മതി ഞങ്ങളുടെ കല്യാണം. നീ പൊട്ടങ്ങുണപ്പന്റെ വാക്കും കേട്ട് തുള്ളിയാ നീ ജീവിതകാലം മുഴുവൻ ഇവിടെ കെട്ടാച്ചിരക്കായിട്ട് നിൽക്കും. ഉള്ള നേരത്ത് നീ അവനെ കല്യാണം കഴിച്ച് നല്ലോണം ജീവിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാം. ഗിന്നസിന് കയറാതെ ഇവൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമില്ല. അച്ഛാ, എങ്ങനെയെങ്കിലും ചേട്ടനെ ഗിന്നസിലൊന്ന് കേറ്റച്ചാ. നിനക്ക് വേണ്ടി, എന്റെ മോക്ക് വേണ്ടി ഇന്നവരെ അച്ഛൻ ആരുടെയും കാല് പിടിച്ചിട്ടില്ല. നിനക്ക് വേണ്ടി ഞാൻ കാല് പിടിക്കാം. അവന് ഗിന്നസിനുള്ള ആരെ പരിചയമുണ്ട്? KS പ്രസാദിനെ. നീ അവിടെ ചെന്നിട്ട് ശേഷാദ്രിയെ കണ്ടു, കണ്ണടയൊക്കെ വെച്ചൊരു മധ്യവയസ്കൻ. ഏത് ഗിന്നസ്? ഗിന്നസ് ട്രൂപ്പ്. ഇത് ഒരുമാതിരി മാമ എന്നെ കളിയാക്കാണേ. എന്റെ മോനെ കളിയാക്കില്ല. വർഷങ്ങളായിട്ട് അവൻ ഗിന്നസ് ബുക്കിൽ കയറാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്ത് പ്രാക്ടീസ്? എന്തൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ ആലിയ? കഴിഞ്ഞ മാസം ഇവിടെ പറഞ്ഞിരുന്നു രക്തപ്പുഴയായിരുന്നു. 1001 തേങ്ങ 3 ദിവസം കൊണ്ടാണ് ഞാൻ കടിച്ച് പറിച്ചത്. 1001 തേങ്ങ ഇവ 3 ദിവസം കൊണ്ട് കടിച്ചു പതിച്ചു. 4ാം പൊക്കം ഗിന്നസുകാർ വന്നപ്പോ അവന്റെ അതേ പല്ലിന് വേദന എടുത്തിട്ട് ആ പല്ല് പറിച്ചു കഴിഞ്ഞ് അവന് തേങ്ങ പൊതിക്കാൻ പറ്റിയില്ല. അവര് ഗിന്നസ് തരാതെ പോയി. നിനക്ക് ഭാഗ്യക്കേടാടാ, ഭാഗ്യമില്ലടാ. ചേട്ടാ, ഇവരെല്ലാം പറഞ്ഞിട്ട് ചേട്ടന് മനസ്സിലായില്ലേ? ചേട്ടന് ഭാഗ്യമില്ല ചേട്ടാ, ഭാഗ്യമില്ല. പറഞ്ഞോട്ടോ അമ്മ, എനിക്ക് ഭാഗ്യമില്ലെന്ന് അവള് പറഞ്ഞത്. എടി ഭാഗ്യമുണ്ട്. താൻ ബാധി ദൈവം ബാധിത. അവന് ഭാഗ്യത്തെക്കാളുള്ള എന്നാന്നറിയോ? അവന് കഴിവാണ്. കഴിവുണ്ടെങ്കിൽ അവൻ ഏത് അത്യുന്നതങ്ങളിൽ പോലും എത്തിച്ചേരാം. പക്ഷേ നിനക്ക് ആ കഴിവില്ല.